വെൽക്കം ടു ദ ലേണിംഗ് ലാഡർ. കേരള സിലബസിലെ 9th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ്. ഫോർ ഈച്ച് ഓഫ് ദ ലെങ്ത് ബിലോ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഇക്വേറ്റഡ് ട്രയാങ്കിൾ വിത്ത് ദാറ്റ് ആസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ കണക്ക് നമുക്ക് തുടങ്ങാം. പിന്നെ 5 സെൻറ്റിമീറ്റർ ഉണ്ട്, √3 ഉണ്ട്. ഞാൻ ഒരെണ്ണം പറഞ്ഞു തരാം. 10 സെൻറ്റിമീറ്റർ ഇക്വേറ്റഡ് ട്രയാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് √3/4 ആണ്. എ എന്ന് പറയുന്നത് 10 ആണ്. 10 ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം വശത്തിൻ്റെ സൈഡ് അല്ലെങ്കിൽ സൈഡിൻ്റെ ഇതിൽ 10 എഴുതണം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 20/√3 cm². നിങ്ങൾ ആ കണക്ക് നോക്കണം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അടുത്ത ഇതിലോട്ട് പോകാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ വിത്ത് ദ ലെങ്ത് ഓഫ് ദ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 6 × √3/4 ആണ്. 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഫോർമുലയാണ്. ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 54√3 ആണ്. എ എന്ന് പറയുന്ന മീനിങ്സ് ഏരിയയാണ് ഇതിൽ വരുന്നത്. ഞാനത് വിശദമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആ തേർഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ഇക്വേറ്റഡ് ട്രയാങ്കിൾ വിത്ത് ദ ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എച്ച് ആദ്യം കാണണം. എച്ചിൻ്റെ ആൻസർ എന്ന് പറയാൻ നേരത്ത് അത് കിട്ടുന്നത് 24√3. അതിനെ നമ്മൾ ചെറുതാക്കണം. അപ്പോൾ 8√3 എന്ന് കിട്ടും. അതിൻ്റെ പെരിമീറ്റർ അപ്പോൾ 3a ആണ്. 3 × 8√3. ഒരു വശം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കാണാൻ എളുപ്പമാണ്. അപ്പോൾ ആ വശം കൊണ്ടാണ് ബാക്കി ഇൻറ്റു ചെയ്യേണ്ടത്. 3 8 × 3 24. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഏരിയയിലോട്ട് പോകണം. ഏരിയ ഫോർമുല എന്ന് പറയുന്നത് √3/4 ആണ്. അപ്പോൾ √3 ആയി. അപ്പോൾ ഒരു വശം എന്ന് പറയുന്നത് ഒരു സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? a² ആണ്. അപ്പോൾ ആ a² നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോർമുലയിൽ കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 64 ആണ്. 8ൻ്റെ സ്ക്വയർ റൂട്ടാണ്. ആ 64നെ നമ്മൾ ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം 192 ആണ്. ആ 92നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? √3/4 കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. റൂട്ട് വെച്ച് ഡിവൈഡ് ചെയ്യില്ല. 4ഉം 192 കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 48 ആണ്. അപ്പോൾ ഏരിയ 48ഉം പെരിമീറ്റർ 24√3 ആണ്. നിങ്ങളതൊന്ന് നേരെ ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.